എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിലെ 5ാമത്തെ പാഠമായ മണ്ണിലും മരത്തിലും എന്ന പാഠം നമുക്ക് പഠിക്കാം. ഒരു ദിവസം അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും കൂട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മക്കിളി കൂട്ടിൽ നിന്നും പറന്നുപോയി. അമ്മക്കിളി പറന്നുപോയി. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. ഡാഷ് കണ്ണു തുറന്നു. ആരായിരിക്കും കണ്ണു തുറന്നിരിക്കുക? കുഞ്ഞിക്കിളി കണ്ണു തുറന്നു. ചുറ്റും ആരുമില്ല. എന്താണ് അവിടെ എഴുതേണ്ടത്? ചുറ്റും ആരുമില്ല. അമ്മക്കിളിയെ കാണാനില്ല. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. എന്നിട്ടോ എന്താണ് ഉണ്ടാവുക? നമുക്ക് അടുത്ത പേജിൽ നോക്കാം. അങ്ങനെ ഇരിക്കെ എന്തു വന്നു? ഒരു പെരുമഴ വന്നു. പെരുമഴയും ഇടിയും വന്നു. ഠും ഠും ഇടിവെട്ടി. എങ്ങനെയാ ഇടിവെട്ടുക? ഠും ഠും ഇടിവെട്ടി. കാറ്റു വീശി. എന്താണ് അവിടെ എഴുതേണ്ടത്? കാറ്റു വീശി. പെരുമഴ. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. കുഞ്ഞിക്കിളി എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ഠും ഠും ഇടിവെട്ടി, കാറ്റ് വീശി, പെരുമഴ. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് എന്താ ഉണ്ടായതെന്ന് നോക്കാം. വലിയ കാറ്റ് വീശി. കാറ്റ് വീശി മരങ്ങളും ചില്ലകളും ഒക്കെ ഇളകി. അങ്ങനെ കുഞ്ഞിക്കിളിയുടെ കൂട് താഴെ വീണു. എങ്ങനെയാ വീണതെന്ന്? കാറ്റിലും മഴയിലും കുഞ്ഞിക്കിളിയുടെ വീട് താഴത്തേക്ക് വീണു. അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. ആ സമയത്താണ് അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. ചില്ല ഇളകി, കൂടിളകി. കൂട് താഴേക്ക് വീണു. കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. എന്താണുണ്ടായത്? അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി. ചില്ല ഇളകി, കൂടിളകി. കൂട് താഴേക്ക് വീണു. കുഞ്ഞിക്കിളി താഴേക്ക് വീണു. അങ്ങനെ കുഞ്ഞിക്കിളിക്ക് സങ്കടമായി. അമ്മയും കാണാനില്ല, കൂടെ ഇടിയും മഴയും എല്ലാം കൂടി കുഞ്ഞിക്കിളിക്ക് ഭയങ്കര പേടിയായി. അങ്ങനെ കുഞ്ഞിക്കിളി പറയുകയാണ്, കുഞ്ഞിക്കിളിക്ക് എന്താണ് സംഭവിച്ചത്? കുഞ്ഞിക്കിളിക്ക് കാലു വേദനിച്ചു. കുഞ്ഞിക്കിളിക്ക് സങ്കടം വന്നു. കുഞ്ഞിക്കിളിക്ക് കാലു വേദനിച്ചു. കുഞ്ഞിക്കിളിക്ക് സങ്കടം വന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞിക്കിളി എന്തായി? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാറ്റും മഴയെല്ലാം മാറി. അങ്ങനെ വെയിൽ വന്നു. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ ആരായിരിക്കും വന്നിരിക്കുക? കുഞ്ഞിക്കിളി പാറി വരുന്നു. കുഞ്ഞിച്ചിറകുകൾ വീശി വീശി അതാ കുഞ്ഞിക്കിളി പാറി വരുന്നു. കുഞ്ഞിക്കിളിക്ക് സന്തോഷമായി. കുഞ്ഞിക്കിളി കൂട്ടിൽ മരത്തിൽ താമസിക്കാൻ തിരിച്ചെത്തി. അങ്ങനെ നമുക്ക് അടുത്ത പേജ് നോക്കാം. കൂടുകൾ. കൂടുകളെ പറ്റി എന്തൊക്കെയാ അറിയാം കൂട്ടുകാർക്ക്? പല രീതിയിലുള്ള കൂടുകളാണ് ഓരോ ജീവികൾ ഉണ്ടാക്കുന്നത്. ഈ ചിത്രത്തിലൊന്ന് നോക്കൂ. നിങ്ങൾക്ക് മരംകൊത്തിയുടെ വീട് കാണാം, മൈനയുടെ വീട് കാണാം, കാക്കയുടെ വീട് കാണാം, ഉറുമ്പിൻ്റെ വീട് കാണാം, തേനീച്ചയുടെ വീട് കാണാം. ഇവരുടെയൊക്കെ വീടുകൾ വ്യത്യസ്ത രീതിയിലാണ്. മരം കൊത്തി വീടുണ്ടാക്കുന്നത്, കൊത്തി കൊത്തി മരത്തിൽ വീടുണ്ടാക്കുന്ന ആളാണ് ആര്? മരം കൊത്തി. കാക്കയോ കമ്പുകളും ചില്ലകളും ഉപയോഗിച്ച് വീടുണ്ടാക്കും. മൈനയും മറ്റു പക്ഷികളോ നാരും തെങ്ങോലകളും ഉപയോഗിച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത്. ഇനി ഉറുമ്പോ, ഉറുമ്പ് ഇലകൾ ഒട്ടിച്ച് രീതിയിലാക്കിയിട്ട് കൂടുണ്ടാക്കുന്നു. ഇനി നമ്മുടെ തേനീച്ചയോ, തേനീച്ച ഒരു പ്രത്യേക തരം ഗം ഉപയോഗിച്ച് അറകൾ ഉണ്ടാക്കിയിട്ട് അതിൽ തേൻ നിറച്ച് കൂടാക്കി മാറ്റുന്നു. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള
കൂടുകൾ ഉണ്ടാക്കുന്നവരാണ് വ്യത്യസ്ത തരം ജീവികൾ. ഇനി മരത്തിൻ്റെ അടിഭാഗത്തും താമസിക്കുന്നവരുണ്ട്. ഈ ചിത്രത്തിലൊന്ന് നോക്കൂ. നിങ്ങൾക്ക് ആരെയെല്ലാം കാണാം? പാമ്പുണ്ട്, എലിയുണ്ട്, മുയലുണ്ട്. ഇവരെല്ലാം മാളത്തിൽ താമസിക്കുന്നവരാണ്. മാളത്തിൽ താമസിക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാം. ആരെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു? മുയലുണ്ട്, എലിയുണ്ട്, പാമ്പുണ്ട് അല്ലേ? കൂട്ടുകാർ പാമ്പിനെയും മുയലിനെയും എലിയെയും കണ്ടിട്ടുണ്ടോ മാളത്തിൽ? എന്നാൽ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. നിങ്ങൾക്ക് ഇവരെല്ലാം കാണാം. മണ്ണ് തുരന്ന് മാളം പണിയും എലിയും മുയലും ഉറുമ്പുകളും. എങ്ങനെയാണ് ഇവിടെ ഇത് ചെയ്യലേ? മണ്ണ് തുരന്നിട്ട് മണ്ണ് മാന്തി മാറ്റിയിട്ട് അത് മാളമാക്കി മാറ്റും. എന്നിട്ട് എലിയും മുയലും ഉറുമ്പുകളൊക്കെ അവിടെ താമസിക്കും. ഉറുമ്പ് അത് ഭക്ഷണം ശേഖരിച്ചു വെക്കും, ഇതുപോലെയുള്ള മാളങ്ങളിൽ കൊണ്ടുപോയി. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് എന്താണ് പറയുന്നത് നോക്കൂ. കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം? അടിവരയിടുക. കൂടുണ്ടാക്കാൻ വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾ വ്യത്യസ്ത രീതിയിലുള്ള കൂടുകളാണ് ഉണ്ടാക്കുന്നത്. കൂട്ടുകാർ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ഇവിടെയുള്ള കിളി എങ്ങനെയാണ്, വണ്ണാത്തിക്കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്ത് വിരിക്കുന്നു. വണ്ണാത്തിക്കിളി വായാടിക്കിളി പൊത്തിൽ മെത്തയൊരുക്കുന്നു. അവരവരെ മെത്ത എങ്ങനെയാണ് ഒരുക്കുന്നത്, അഥവാ കൂടെങ്ങനെയാണ് ഒരുക്കുന്നത്? ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്തു ഭംഗിയിലാക്കിയ രീതിയിലാക്കിയിട്ട് അവർ വീടുണ്ടാക്കുന്നു. ഇങ്ങനെയാണ് വണ്ണാത്തിക്കിളി വായാടിക്കിളി കൂടുണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് നോക്കാം. തുന്നാരൻ കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. ഇവരുപയോഗിക്കുന്നത് എന്താണ്? ഇവർ ഇലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. നാരുകളല്ലോ അവരുടെ നൂല്. അല്ലാതെ അവർക്ക് നൂലുണ്ടാക്കാൻ അറിയില്ലല്ലോ. അവർ നാരുകളെടുത്തിട്ട് നൂല് പോലെ ആക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത കിളി നോക്കാം. നാരും വേരും കരിയിലയും ഏത് കിളി കൂടറിയാമോ? തേൻ നുകരുന്നൊരു കിളിയാണ്, തേൻകിളിയുടെ ചെറു കൂടാണ്. തേൻകിളിയുടെ കൂടെങ്ങനെയാണ്? നാരും വേരും കരിയിലയും ഉണങ്ങിയ ഇലയും ഉപയോഗിച്ചിട്ടാണ് തേൻകുരുവി കൂടുണ്ടാക്കുന്നത്. ഏത് കിളിയുടെ കൂടറിയാമോ? തേൻ നുകരുന്നൊരു കിളിയാണ്, തേൻകിളിയുടെ ചെറു കൂടാണ്. കേടുകൾ തീർക്കാൻ അറിയില്ല കിളി കൂടുകൾ പുതുതായി പണിയുന്നു. ഈ കിളി കേട് വന്നു കഴിഞ്ഞാൽ പുതിയ കൂടുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. അത് കേടുകൾ തീർത്തിട്ട് പുതുക്കി പണിയാൻ കിളിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ ആരുടെ ചിത്രമാണ് കാണുന്നത്? കൂട്ടുകാരൊന്ന് നോക്കൂ. നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്ത് മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. ഈ മഞ്ഞക്കിളി എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? നെല്ലോലകളും തെങ്ങോലകളും ചീന്തിയെടുത്ത് കൊത്തിപ്പെറുക്കി അത് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കുരുവി കൂടുണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മലയാളത്തിലെ ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം.